വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തത്തുക്കുടി വ്ലോഗ്സ് എന്ന് പറയാനുണ്ടെങ്കിൽ വ്ലോഗ്സ് ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പൊ ഇന്ന് ആദ്യത്തെ വ്ലോഗ്സ് ആണ്. അപ്പച്ചൻ കൂടെ ഉണ്ട്, ഞങ്ങൾ രണ്ടുപേരും ഉള്ളൂ. ഇന്ന് തീയതി 11-ാം തീയതി. നാളെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. നാളെ എൻ്റെ അനിയത്തിയുടെയും അമ്മാമ്മയുടെയും കൂടി ബർത്ത്ഡേ ആണ്. അപ്പൊ അനിയത്തിക്കും അമ്മാമ്മക്കും ഒരു സർപ്രൈസ് കൊടുക്കാൻ ഞങ്ങൾ ഇറങ്ങി തിരിച്ചേക്കണാണ്. കുറച്ച് ബലൂൺ മേടിക്കണം, പാർട്ടി പോപ്പർ മേടിക്കണം. പിന്നെ അവള് കുറെ നാളായിട്ട് മൈക്ക് വേണം എന്ന് കുറെ ആഗ്രഹം പറയുന്നുണ്ട്. കിട്ടണ സാധനം കയ്യിൽ പിടിച്ചോണ്ട് മൈക്കായിട്ട് പാടും. അപ്പൊ ഞങ്ങൾ ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പോണേണ്. നാളെ ബർത്ത്ഡേ കേക്കിന്റെ ഉള്ളിൽ എപ്പോഴും ചെയ്യണ പോലെ മൈക്ക് വെച്ച് പൊതിഞ്ഞ് സർപ്രൈസ് കൊടുക്കാൻ പോണേണ്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോയിലേക്ക് പോവാം. നമ്മള് ഗിഫ്റ്റ് മൈക്ക് മേടിക്കാനായിട്ട് തോംസൺ മ്യൂസിക് ഹൗസ് കളമശ്ശേരിയിൽ. അപ്പൊ അവിടെയാണ് ആദ്യം പോണത്. എന്നിട്ട് അതിനുശേഷം നമ്മുടെ ക്വാളിറ്റിയിൽ കൊണ്ടുപോയി ഗിഫ്റ്റ് കൊടുക്കും. അത് ഗിഫ്റ്റിന്റെ മേളിലാണ് കേക്ക് ബേക്ക് ചെയ്യണം. അപ്പോൾ അത് ഫസ്റ്റ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് കട്ട് ചെയ്ത് കഴിയുമ്പോൾ കാണാൻ പറ്റും, സർപ്രൈസ് പോലെ കാണാൻ പറ്റും. എന്നിട്ട് നമുക്ക് നാളെ അത് എടുക്കാൻ പോണം നമുക്ക്. അപ്പൊ ആദ്യം അവിടെ എത്തിയിട്ടാ പോയിട്ട് അതുണ്ടായില്ല. നമ്മൾ ഉദ്ദേശിച്ച മോഡൽ കിട്ടിയില്ല. വയർലെസ് ടൈപ്പാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് എല്ലാം വയറുള്ളതാണ്, വയർഡായിരുന്നു. അപ്പോൾ വേറെ ഒരു ഷോപ്പിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് ബലൂണും പാർട്ടി പേപ്പറും മേടിച്ച് അമ്മാമ്മയുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കും. സാധനങ്ങൾ കിട്ടി. ഒരു 5-6 കട കയറി കഴിഞ്ഞപ്പോഴേക്കും 6ാമത്തെ കടയിൽ നമുക്ക് എല്ലാം കിട്ടി. ഞങ്ങള് പാർട്ടി പേപ്പർ മേടിച്ച് ബലൂൺ വേപ്പിക്കുന്ന സാധനം, ഒരു വലിയ ബലൂൺ കിട്ടിയിട്ടാ സാധനം. ഇതൊക്കെ നമ്മൾ ഇനി അമ്മ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്ത് അവരോടെല്ലാം പറഞ്ഞു വെക്കണം. പിന്നെ നാളെ വന്ന് ഇതൊക്കെ ഞങ്ങൾക്ക് സെറ്റപ്പ് ചെയ്യാനുള്ളതാണ്. പിന്നെ പറഞ്ഞ പോലെ മൈക്ക് വേറെ അവിടെ നിന്ന് കിട്ടിയേട്ടാ, സ്പീക്കർ ടൈപ്പ്. ഇത് സ്പീക്കർ. പിന്നെ അവൾക്കൊരു വാച്ച് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ, ഇതാണ് മൈക്ക്. ഇത് എവിടെയാണ് കേക്കിന്റെ എവിടെയാണ് സ്ഥലം? എവിടെയാണ്? ക്വാളിറ്റി ബേക്കേഴ്സിന് നമ്മൾ കൊണ്ടുപോയി കൊടുക്കും. അപ്പൊ ഇത് വെച്ചാണ് അവർ ബേക്ക് എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ കേക്ക് ബേക്ക് ചെയ്യുന്നത്. എന്നിട്ട് മുറിക്കുമ്പോൾ ഇത് കാണുന്നു. പക്ഷേ ബാക്കി സർപ്രൈസ് ഇന്നത്താണല്ലോ. ഇത് കണക്ട് ചെയ്യുന്നത് ഇന്നത്താണ്, ബ്ലൂടൂത്താണ്, വയർലെസ് ആണ്. അപ്പോൾ ഇനി ഇതൊക്കെ കൊണ്ടുപോയി കാക്കനാട് കൊടുക്കണം. ആദ്യം ഇത് കൊണ്ടുപോയി കൊടുത്തിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. അത് നാളെ ഞങ്ങൾ വന്ന് ഇതൊക്കെ സെറ്റ്. கொஞ்சம் காதல் வளர உள்ளவெக்கோ வளர வந்தா தேடியே தன்னை நேரம் நிக்குதுமோ கொசுக்குது பாட்டு திக்குதமா நெஞ்ச பூட்டி വെച്ചത വന്നൊടച്ചിക്കമാ. കേക്ക് ഏതാന്ന് പറഞ്ഞില്ലല്ലേ? ഇതാണ് കേക്ക്. ഇതിൻ്റെ പേരാണ് ഫെറേറോ കേക്ക്. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കേക്കിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഗിഫ്റ്റൊക്കെ കൊടുത്ത് കാക്കനാട് പോയി എല്ലാം ചെയ്തു. എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ നാളെ 3 മണിക്ക് നമുക്ക് കേക്ക് പോയി എടുക്കണം. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് എൻ്റെ അപ്പൻ്റെ ഷട്ടിൽ കോട്ടിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ അപ്പൻ്റെ ഷട്ടിൽ കോട്ടിലാണ്. ഇവിടെ 2 സിന്തറ്റിക്കും 2 വുഡൻ കോട്ടുമാണ് ഉള്ളത്. പിന്നെ അതേതി നിൽക്കുന്നതാണ് എൻ്റെ അപ്പൻ. എൻ്റെ അപ്പൻ ഇവിടെ നോക്കി നടത്തുന്ന ആളാണ്, മാനേജറൊന്നുമല്ല. ഇത് ഹോസ്പിറ്റലിൻ്റെ വകയായതുകൊണ്ട് എൻ്റെ അപ്പനാണ് നോക്കി നടത്താൻ കൊടുത്തേക്കുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേരാണ് സെൻറ്റ് ജോസഫ് സ്പോർട്സ് ഡോം. സ്ഥലം കളമശ്ശേരിയിലാണത്. ഈ വെക്കേഷന് ഇവിടെ കോച്ചിങ് നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ നമ്പറിലോട്ട് വിളിച്ചാൽ കോച്ചിങ്ങിൽ ചേരാവുന്നതാണ്. പിന്നെ ഇവിടെ ഒരു ഫുട്ബോൾ ടർഫ് ഉണ്ട്. പിന്നെ ഫുട്ബോൾ ടർഫിൻ്റെ മുമ്പിലായിട്ട് ഒരു ചെറിയൊരു കഫേ ഉണ്ട്. അപ്പോൾ ഇന്ന് 12-ാം തീയതിയായി. അപ്പോൾ ഇന്ന് 3 മണിക്ക് ഇറങ്ങാൻ പറ്റിയില്ല. ഒരു 6 മണി സമയമായി. അപ്പോൾ ഇനിയിപ്പോൾ ക്വാളിറ്റി ബേക്കേഴ്സിൽ പോയി ആ കേക്ക് മേടിക്കണം. പിന്നെ അമ്മാമ്മയുടെയും കുടുവിൻ്റെയും മാത്രമല്ല ബർത്ത്ഡേ, കസിൻ ചേച്ചിയായ വർഷ ചേച്ചിയുടെയും കൂടി ബർത്ത്ഡേ ആണ്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും കൂടി ഒരു ഗിഫ്റ്റ് മേടിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ക്വാളിറ്റി ബേക്കേഴ്സിലേക്ക് പോകും. ഗിഫ്റ്റുകളെ കയറണം. ഇതുപോലത്തെ 2 നമ്മൾ അമ്മാമ്മച്ചിക്കും വർഷ ചേച്ചിക്കും എടുത്തേക്കണത്. ഞങ്ങള് മൾക്ക എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നിന്ന് അമ്മാമ്മച്ചിക്കും വർഷ ചേച്ചിക്കും കൂടി ഡ്രസ്സ് എടുത്ത്
ഇനി അവിടെ കൊച്ചുങ്ങൾക്കുള്ള ഡ്രസ്സ് ഉണ്ടായില്ല, അപ്പൊ കുടുവിന് മേടിക്കാനായിട്ട് അവിടെ ഒരു കട പറഞ്ഞു തന്നെ. എന്നിട്ടാണ് ഭൂമി ആൻഡ് മീ അങ്ങനെ എന്തോ ഒരു കട പറഞ്ഞു തന്ന് അവിടെ അന്വേഷിച്ച് പോണേണ്. അവർക്ക് മേടിച്ച് ഞങ്ങൾ കിട്ടി. അവിടെ നല്ലൊരു ബ്രാൻഡ് നോക്കിയിട്ട് വേണം മേടിക്കാൻ. അപ്പൊ ഡ്രസ്സ് മേടിച്ച്, കുടുവിൻ്റെ ഡ്രസ്സ് മേടിച്ച്, പിന്നെ കേക്ക് മേടിച്ചിട്ടുണ്ട്. പുറകെ വെച്ചാണ്. ഇനിയിപ്പോൾ നേരെ കാക്കനാട് പോകണം. അവിടെ ഇപ്പം കുറച്ച് ബലൂണൊക്കെ തൂക്കാനുണ്ട്. പിന്നെ അവരെ ഓട്ടോറിക്ഷയ്ക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരണം. ഞങ്ങളവിടെ കാക്കനാട് എത്തിയെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഓട്ടോറിക്ഷയ്ക്ക് പറഞ്ഞു തരണം. പിന്നെ വരുന്നു പാർട്ടി പേപ്പർ പൊട്ടിക്കണം. അപ്പോഴേക്കും കുറച്ച് ചേച്ചിയും എത്തും. പിന്നെ കേക്ക് മുറിക്കണം. അപ്പോൾ ആ കേക്കിൻ്റെ നടുക്കാണ് മൈക്ക് വെച്ചേക്കണത്. അപ്പോൾ പെട്ടെന്ന് നടുക്ക് മുറിക്കാൻ പറയണം. നമ്മളിവിടെ എത്തിയിട്ടാ. ഇതാണ് കേക്ക്. കുറച്ച് നേരത്തിന് മുമ്പ് ഇവിടെ ഭയങ്കര മരയുണ്ടായി. ഭയങ്കര മരമായിരുന്നു. ഇവിടെ എത്തി. ബലൂണൊക്കെ തൂക്കിയിട്ടുണ്ട് കേട്ടോ. അവിടെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവര് ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ. ഗൈസ്, നമ്മുടെ പാപ്പയും അമ്മാച്ചയും കൂടി ഇവിടെ ഫുള്ള് അലങ്കരിച്ച ചേണേ സെറ്റപ്പാക്കിയേ. അയ്യോ ബലൂൺ ഫുള്ള് സെറ്റപ്പാക്കിയേ. ഇനി ഇവിടെ പാട്ട് വെക്കണം. ഞാനിവിടെ നിന്ന് പാർട്ടി പേപ്പർ ഒട്ടിക്കും. അപ്പച്ച ഇവിടെ നിന്ന് വീഡിയോ എടുക്കും. ഇവിടെ വരുന്നു. ലൈറ്റൊക്കെ എല്ലാം ഓഫ് ചെയ്യണം. ഗൈസ്, കുടു വരുന്നോണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. ഒരു സർപ്രൈസ് കൊടുക്കാനുള്ളൊരു പരിപാടിയാണ്. ഓക്കെ, A few moments later. ഊമ്പി 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 പോയി. അയ്യോ, ഇപ്പൊ എന്താ ഉണ്ടായേ? എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? ഇന്ന് വിഷുവാ. ഹാപ്പി ബർത്ത്ഡേ. ഇനി അമ്മാമ്മയും കൊച്ചുമോളും കൂടി ഒന്ന് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യൂ. ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കൂ. ഇവിടെ നോക്കൂ. കെട്ടിപ്പിടിക്കൂ. ഒരാളും കൂടി കാണാനല്ല. ഒരാളെന്ത് ആരാന്ന്? അതാണ് ആരാണ്? എന്താണ്? വിജയിച്ചു ഗൈസ്. അപ്പോൾ നമ്മൾ 1947 നമ്മൾ കുറച്ച് ഫുഡ് എടുത്തിട്ടുണ്ട്. നമുക്കിനി വീട്ടിൽ പോയി കഴിക്കണം. ഒരു സർപ്രൈസ് കുറച്ചിട്ടില്ല കേട്ടോ. One minute later. കൂടോ നടുക്ക് കുറച്ച് നോക്കിയേ. உன்னை பார்த்தா கண்ணு ஊறுதே, கண்டமாகுதே, புத்தி மாறியே சத்தம் போடுதே. ஓ தொட்டு பேச கூச்சமாகுதே, மூச்சு வாங்குதே, காலு ஓ வழி போகலாங்குதே. ஓ பார்வை உன்னோடு, ஓம்பொம்மை கண்ணோடு, பேசாமல் விண்ணோடு நாம் மிதந்து போவோம். காதாரா அடியாலோலா நான் தாங்க மாறோடு வா மிருது தேரே வா. சந்தி
கத்திரிக்கா மலர் உனக்குத்தான், கண்டிக்கா மொழி உனக்குத்தான், சிந்திக்கா நொடி உனக்குத்தான், சிரிக்கும் நதி உனக்குத்தானே. வழியும் எச்சில் வாயோரோ எனது காயம் மாறும், என் தங்கம் முன்னாடி என் கால கண்ணாடி, உன்னாசை என் நாடி நான் நடத்தி வைப்பேன். வாழ்ந்தாலும் தரை வீழ்ந்தாலும் உன் கால்கள் என் நெஞ்சில் வாழ விட்டேனே. ഇന്നത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതെല്ലാരും വന്ന് കേക്കൊക്കെ മുറിച്ചതേ മൈക്കൊക്കെ കിട്ടി. ഇനിയിപ്പോ ഫുള്ള് അതുകൊണ്ടായിരിക്കും പരിപാടി. ദേ അച്ചാച്ചയൊക്കെ വന്നി. ഞങ്ങള് 1947 മേടിച്ച ഫുഡ് കൊള്ളാർന്ന് കേട്ടോ. ഫുഡ് നല്ലുണ്ട്. ഞങ്ങള് ഹാപ്പി അല്ലേ? അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.